ഹായ് ഓൾ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫൈലം ആനലീഡയിൽ വരുന്ന ക്ലാസ് ഒളിഗോകീറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അതിൻ്റെ ടൈപ്പ് സ്റ്റഡിയായ എർത്ത് വർമിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സോ ഫൈലം ആനലീഡ മെയിൻലി 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസ് പോളികീറ്റ, ക്ലാസ് ഒളിഗോകീറ്റ ആൻഡ് ക്ലാസ് ഹിരുഡിനോമോർഫ. ബട്ട് റീസെൻറ്റ് ട്രെൻഡ്സ് അനുസരിച്ചിട്ട് ഫൈലം ആനലീഡ 2 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് പോളികീറ്റ ആൻഡ് ക്ലൈറ്റലേറ്റ. ക്ലൈറ്റലേറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്ന 2 സബ് ക്ലാസ്സസ് ആണ്. ഒന്ന് ക്ലാസ് ഒളിഗോകീറ്റ, നെക്സ്റ്റ് വൺ ക്ലാസ് ഹിരുഡിനോമോർഫ. ഞാൻ ഫസ്റ്റ് ക്ലാസ് ക്ലൈറ്റലേറ്റയുടെ ഫീച്ചേഴ്സ് നോക്കാം. Clitellata are classes of annelid worm characterized by having a clitellum, the collar, that forms a reproductive cocoon during the part of their life cycle. So class Clitellata comprises of annelids which have clitellum. Clitellum is a reproductive part that secretes the cocoon in which the eggs are protected. And also clitellum comprises about 8,000 species. Their head are least developed and do not have parapodia. Locomotory structure parapodia are absent in class Clitellata. And most clitellate are found in land, fresh water and some in ocean. And also all the clitellate are hermaphrodite and some reproduces asexually. Some reproduces sexually. Sexual reproduction takes place by exchange of sperms. The main function of clitellum is helps in formation of cocoon, and eggs are deposited in the cocoon. Cocoons are necessary for the protection of egg. This is the main function of clitellum. Clitellum secretes a cocoon, and this cocoon is necessary for the protection of eggs. Here we can see clitellum, the 14th to 17th segment fuse to form a single structure, the enlarged structure that is called as the clitellum. ഈ ഫിഗറിലും കാണാം, ഇതും എർത്ത് വർമിൻ്റെ ഒരു ഫിഗറാണ്. ഇതിൽ 16th 17 സെഗ്മെൻറ്റ് വരെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് ക്ലൈറ്റല്ല എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് ഒളിഗോകീറ്റയുടെ മെയിൻ ക്യാരക്ടേഴ്സ് നോക്കാം. ഒളിഗോകീറ്റ എന്നുള്ള നെയിം അറൈസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ബ്രിസ്റ്റിൽ ആനലീഡ്സ് എന്ന നെയിമിലാണ്. ഒളിഗോ മീൻസ് സ്മോൾ ആൻഡ് കീറ്റ മീൻസ് ബ്രിസ്റ്റിൽ. അപ്പോൾ അതിൽ നിന്നാണ് ഒളിഗോകീറ്റ എന്നുള്ള നെയിം അറൈസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒളിഗോകീറ്റയുടെ മെയിൻ സൈലൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഒളിഗോകീറ്റ ക്ലൈറ്റലേറ്റ് ആനലീഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് സബ് ക്ലാസ്സാണ്. ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്, പാരപ്പോഡിയ, ടെൻഡക്കിൾസ് ഇതൊന്നുമില്ല. സം ഒളിഗോകീറ്റ്സ് മെറൈൻ ആയിരിക്കും, വൈൽ അതേഴ്സ് ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആയിരിക്കും. അതുപോലെ തന്നെ ടെറസ്ട്രിയലുമാണ്, ഫ്രഷ് വാട്ടറാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാരപ്പോഡിയ ഇല്ല, പക്ഷേ ലോക്കോമോഷന് വേണ്ടിയിട്ട് അവർക്ക് ഷോർട്ട് സീറ്റ് പ്രസൻ്റാണ് അവർ. അതുപോലെ തന്നെ അവർക്ക് ബൊറോയിങ് ഹാബിറ്റേറ്റ്സും ഉണ്ട്. പിന്നെ പ്രോസ്റ്റോമിയത്തിൽ സെൻസറി അപ്പാൻഡേജസ് ഒന്നും തന്നെ അവർക്കില്ല. അതിൽ എല്ലാ സെൻസറി അപ്പാൻഡേജസും അവർക്ക് ആബ്സെൻ്റ് ആണ്. ക്ലൈറ്റല്ലം യൂഷ്വലി പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ക്ലാസ് ക്ലൈറ്റല്ലത്തിൽ സബ് ക്ലാസ് ആയിട്ട് വരുന്നത്. ക്ലൈറ്റല്ലം അതിൽ യൂഷ്വലി പ്രസൻ്റ് ആണ്. റീപ്രൊഡക്ഷൻ സെക്ഷലാണ്. സം റീപ്രൊഡ്യൂസസ് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. ഫിഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വെച്ചിട്ട് എസെക്ഷലി ആയിട്ടും സം സ്പീഷീസ് റീപ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മൊണേഷ്യസ് ആണ്. സെക്സസ് യുണൈറ്റഡ് ആണെങ്കിൽ കൂടി റീപ്രൊഡക്ഷൻ്റെ റൂൾ ക്രോസ് ഫെർട്ടിലൈസേഷൻ റൂളാണ് അവരുടെ റീപ്രൊഡക്ഷൻ്റെ റൂൾ. പിന്നെ ദേ പൊസസ് ക്ലോസ്ഡ് ബ്ലഡ് സിസ്റ്റം, ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലോസ് ബ്ലഡ് സിസ്റ്റം അവർക്കുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗാൻ നെഫ്രീഡിയാണ്. ലാർവൽ സ്റ്റേജസ് ആബ്സെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് കുക്കൂണിലൂടെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുക. ഒരു ഒളിഗോകീറ്റയിൽ വരുന്ന ഒരു ഓർഗാൻസിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി വരുന്നതെങ്കിൽ അവർക്ക് ഹെഡ്, ബോഡി, സീറ്റ, ക്ലൈറ്റെല്ലാം ഇതാണുള്ളത്. ഇൻറ്റേർണൽ മോർഫോളജി പറയുകയാണെങ്കിൽ അതിന് സീലോം യൂസ് സീലോം ആയിരിക്കും. പിന്നെ ജേം ലെയർ
elementary canal, complete elementary canal, starting with the mouth, ending with nasal, complete well developed elementary canal ഉണ്ടാവും. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻ ഒന്നും തന്നെ ഇല്ല. അവർക്ക് റെസ്പിറേഷൻ നടക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ് റെസ്പിറേഷൻ നടക്കുക ത്രൂ ദിയർ സ്കിന്ന്. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ നേരത്തെ പറഞ്ഞതുപോലെ നെഫ്രീഡിയാണ്. പിന്നെ റീപ്രൊഡക്ഷൻ സെക്ഷലിയും റീപ്രൊഡക്ഷൻ നടക്കും. ഇത് എർത്ത് വേമാണ്. ഒളിഗോകീറ്റയിൽ വരുന്ന ഒരു എക്സാമ്പിൾ എർത്ത് വേം. ഇത് ഒളിഗോകീറ്റയിൽ വരുന്ന ട്യൂബിഫിക്സ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസമാണ്. അത് മോസ്റ്റ്ലി അക്വാറ്റിക് ഫോമാണ് ഈ ട്യൂബിഫിക്സ്. പിന്നെ ഇത് ഡീറോഡിജിറ്റേറ്റ, അതും ഒരു അക്വാറ്റിക് ഫോമാണ്. പിന്നെ ദിസ് ഓൾസോ ഒരു അക്വാറ്റിക് ഫോമാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ടൈപ്പ് എർത്ത് വേം, മെഗാസ്കോളക്സ് എന്ന് പറഞ്ഞ ഒരു ഒളിഗോകീറ്റയിൽ വരുന്ന ഒരു ഓർഗാനിസം. നെക്സ്റ്റ് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എർത്ത് വേമിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് ഫൈലം ആനലീഡയാണ്, ക്ലാസ് ഒളിഗോകീറ്റയാണ്, ഓർഡർ ഒപ്പിസ്തോപോറ, ജീനസ് പ്രിറ്റ്മ ആൻഡ് ടൈപ്പ് പോസ്റ്റുമ. ഇതാണ് ഇതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ. കോമൺലി കോൾഡ് ആസ് മെഗാസ്കോളക്സ്, അല്ലെങ്കിൽ ഇതിനെ സൗത്ത് ഇന്ത്യൻ എർത്ത് വേം എന്നും കോമൺ ആയിട്ട് പറയും. പിന്നെ ടെറസ്ട്രിയൽ ആണ്. ഇത് മോയ്സ്റ്റ് സോയിലാണ് മോസ്റ്റ്ലി അത് കാണപ്പെടുന്നത്. ഡേ ടൈമിലൊക്കെ അത് ബറോസിലൊക്കെയാണ് ലീവ് ചെയ്യുക, പുറത്ത് വരില്ല. ബട്ട് നൈറ്റ് ടൈംസിൽ ഫുഡ് സെർച്ച് ചെയ്തിട്ട് നൈറ്റ് ടൈംസിലായിരിക്കും അത് അതിൻ്റെ ബറോസിന് പുറത്ത് വരും. അതുകൊണ്ട് തന്നെ അതിനെ നോക്ടേണൽ ആനിമൽ എന്നാണ് പറയുന്നത്. സമ്മർ അല്ലെങ്കിൽ വിൻ്ററിൽ ഡീപ്പായിട്ട് ബറോ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേ ചെയ്യും. ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സമ്മർ അല്ലെങ്കിൽ വിൻ്റർ സീസൺ അഡ്വേഴ്സ് കണ്ടീഷന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ബറോസിൽ സമ്മർ ഓർ വിൻ്റർ ത്രൂ ഔട്ടിൽ അവർ ലിവ് ചെയ്യും. പിന്നെ സീലോമിക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അവർ സീലോമിക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടാണ് ഈ ബറോയിങ് ഒക്കെ നടക്കുന്നത്. ഈ സീലോമിക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് പ്രോസ്റ്റോമിയത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ് ഈ ബറോയിങ് എന്ന പ്രോസസ്സൊക്കെ നടക്കുന്നത്. ബറോ ചെയ്യുന്ന ടൈമിൽ സം എമൗണ്ട് ഓഫ് മോയ്സ്റ്റ് സോയിൽ അത് സ്വാലോ ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആ സോയിലുള്ള ഓർഗാനിക് മാറ്റർ സ്മോൾ പെല്ലറ്റ്സ് ഫോമിലായിട്ട് തിരിച്ച് പുറത്തേക്ക് പാസ് ഔട്ട് ചെയ്യും. ഇങ്ങനെ പുറത്ത് പാസ് ഔട്ട് ചെയ്യുന്ന ഈ സ്മോൾ പെല്ലറ്റ് ഫോം ലാർജ് ഹീപ്സ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ലാർജ് ഹീപ്സ് ഓഫ് ഈ ഫീക്കസ് മാറ്റർ എന്ന് പറയുന്ന പേരാണ് എർത്ത് വേം കാസ് എന്ന് പറയാം. ബറോയിങ് ടൈമിൽ സ്മോൾ എമൗണ്ട് ഓഫ് സോയിൽ ഇൻജസ്റ്റ് ചെയ്യും. ഡൈജഷന് ശേഷം അതിനെ സ്മോൾ പെല്ലറ്റ് ഫോമിലാക്കിയിട്ട് ലാർജ് ക്വാണ്ടിറ്റീസിന് അതിന് തിരിച്ച് പുറത്തേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ സ്മോൾ പെല്ലറ്റ്സിന് ലാർജ് ഹീപ്പിനെ പറയുന്ന വേം കാസ് എന്ന് പറയും. നെക്സ്റ്റ് പറയുമ്പോൾ എർത്ത് വേമിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എർത്ത് വേം അഗ്രികൾച്ചറിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എർത്ത് വേമിനെ ഫാമേഴ്സ് ഫ്രണ്ട് അല്ലെങ്കിൽ നേച്ചർ പ്ലോമാൻ എന്നാണ് എർത്ത് വേമിനെ പറയുന്നത്. എർത്ത് വേം എന്തുകൊണ്ട് ഫാമേഴ്സ് ഫ്രണ്ട് പറയുന്നത് വെച്ചാൽ അത് സോയിലിനെ വെൽ ഡിഗ് ചെയ്യും. അപ്പോൾ അതിനെ ബറോ ചെയ്യുമ്പോൾ നല്ലോണം അതിന് സോയിലിൻ്റെ ടോപ്പിന് ലൂസ് ലെയറാക്കി മാറ്റും. അപ്പോൾ തന്നെ എയറേഷൻ നല്ലോണം നടക്കും. വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി അതിനൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നേച്ചേഴ്സ് പ്ലോമാൻ അല്ലെങ്കിൽ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ എർത്ത് വേം ന്യൂട്രിയൻറ്റ് റീസൈക്ലിങ്ങിനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എർത്ത് വേം ഫിഷൊക്കെ ക്യാച്ച് ചെയ്യുന്നതിൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബയറ്റായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഇതിനെ സ്റ്റിൽ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ലിസാർഡ്സ്, മോൾ, ഫ്രോഗ് അങ്ങനെ കുറേ ആനിമൽസ് ഇതിനെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എർത്ത് വേം മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾ ബ്ലാഡർ അങ്ങനെയുള്ള സ്റ്റോൺസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി, സ്റ്റോൺസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ജോണ്ടിസ്, യെല്ലോനെസ് ഓഫ് ജോണ്ടിസ് അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എർത്ത് വേമിനെ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എർത്ത് വേമിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് എർത്ത് വേമിൻ്റെ
എക്സ്റ്റേണൽ മോർഫോളജി പറയുകയാണെങ്കിൽ ബോഡി സിലിണ്ടറിക്കൽ ആണ്, ലോങ് ആണ്, സെഗ്മെൻറ്റഡ് ആണ്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാർട്ടും ഡോർസൽ വെൻട്രൽ പാർട്ടും ക്ലിയർലി മാർക്ക്ഡ് ആണ്. നമുക്ക് രണ്ടും കാണാൻ പറ്റും. അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാർക്ക്ഡ് ആണ്. പിന്നെ ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് റീജിയൻ, ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഹെഡ് റീജിയൻ ആബ്സെൻ്റ് ആണ്. ബോഡിയിലുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് എക്സ്റ്റേണലി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റർ സെഗ്മെൻ്റൽ ഗ്രൂവ് വെച്ചിട്ടും ഇൻറ്റേർണലി സെപ്പറേറ്റ് ചെയ്തത് ഇൻ്റർ സെഗ്മെൻ്റൽ സെപ്റ്റ വെച്ചിട്ടുമാണ് സെപ്പറേറ്റ് ചെയ്തത്. എക്സ്റ്റേണലി ഇൻ്റർ സെഗ്മെൻ്റൽ ഗ്രൂവും ഇൻറ്റേർണലി ഇൻ്റർ സെഗ്മെൻ്റൽ സെപ്റ്റ വെച്ചിട്ടാണ് എർത്ത് വോമിൻ്റെ സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പെരിസ്റ്റോമിയാണ്, അല്ലെങ്കിൽ ബക്കൽ സെഗ്മെൻറ്റ് എന്ന് പറയും. വെൻട്രലി ഇറ്റ് ബിയേഴ്സ് എ മൗത്ത്, അതിൻ്റെ വെൻട്രൽ സൈഡിൽ മൗത്തും ഉണ്ടാവും. മൗത്തിന് താഴായിട്ട് ഓവർ ഹാങ് ചെയ്യുന്ന സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് പ്രോസ്റ്റോമിയ. ഫസ്റ്റ് സെഗ്മെൻറ്റാണ് പെരിസ്റ്റോമിയം, സെക്കൻഡ് വരുന്ന സെഗ്മെൻറ്റാണ് പ്രോസ്റ്റോമിയം. പിന്നെ പ്രോസ്റ്റോമിയം it is only an outgrowth of the peristome and not a true segment. പ്രോസ്റ്റോമിയം പെരിസ്റ്റോമിയത്തിൻ്റെ ഒരു ഔട്ട്ഗ്രോത്ത് മാത്രമാണ്, അതൊരു ട്രൂ സെഗ്മെൻ്റ് അല്ല. ലാസ്റ്റ് കാണുന്ന സെഗ്മെൻ്റാണ് ആനൽ സെഗ്മെൻറ്റ്. മെച്യൂർ വേമിൽ 14th to 17th സെഗ്മെൻറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്വെല്ലൻ സർക്കുലാർ ഗ്ലാൻഡ് ഫോം ചെയ്യും. അതിനെയാണ് ക്ലൈറ്റെല്ലം അല്ലെങ്കിൽ ക്ലൈറ്റെല്ലം എന്ന് പറയുന്നത്. മെച്യൂർ വേമിൽ 14th to 17th സെഗ്മെൻറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ റൗണ്ട് സ്വെല്ലൻ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്ലാൻഡ് ഫോം ചെയ്യും. അതിനെയാണ് ക്ലൈറ്റെല്ലം എന്ന് പറയുന്നത്. ക്ലൈറ്റെല്ലത്തിൻ്റെ ഫങ്ഷൻ നേരത്തെ പറഞ്ഞു. ക്ലൈറ്റെല്ലം കുക്കൂൺസിനെ സെക്രീറ്റ് ചെയ്യും സെക്ഷൽ റീപ്രൊഡക്ഷൻ ടൈമിൽ. ക്ലൈറ്റെല്ലം കുക്കൂൺസ് സെക്രീറ്റ് ചെയ്യും. ക്ലൈറ്റെല്ലം 14th to 17th സെഗ്മെൻറ്റിലാണ് കാണണം. അപ്പോൾ തന്നെ ബോഡീനെ 3 റീജിയൻസ് ആയിട്ട് ഈ ക്ലൈറ്റെല്ലം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രീ ക്ലൈറ്റെല്ല റീജിയൻ, നെക്സ്റ്റ് വൺ ക്ലൈറ്റെല്ല റീജിയൻ, പോസ്റ്റ് ക്ലൈറ്റെല്ല റീജിയൻ. ഇങ്ങനെ 3 സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ ക്ലൈറ്റെല്ലത്തിൻ്റെ പ്രസൻസ് കാരണം ബോഡീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫിഗറിന് കാണാം. ക്ലൈറ്റെല്ലത്തിൻ്റെ മേലത് പ്രീ ക്ലൈറ്റെല്ലാർ, ദെൻ ക്ലൈറ്റെല്ലം കണ്ടെയ്ൻസ് ചെയ്യുന്ന ക്ലൈറ്റെല്ല റീജിയൻ, ദെൻ ബിലോ പോസ്റ്റ് ക്ലൈറ്റെല്ല റീജിയൻ. ഇതിൽ പോസ്റ്റ് ക്ലൈറ്റെല്ല റീജിയൻ പെരിസ്റ്റോമിയത്തിൽ മൗത്തൊക്കെ ഉണ്ട്, മൗത്തിൻ്റെ ഓപ്പണിങ്. പിന്നെ ക്ലൈറ്റെല്ലം 14th to 17th സെഗ്മെൻറ്റ്, 14th to 17th സെഗ്മെൻറ്റ് ഫ്യൂസ് ചെയ്ത് ക്ലൈറ്റെല്ലം പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും. നെക്സ്റ്റ് ഇത് എർത്ത് വോമാണ്. ഇവിടെ കാണാം എൻലാർജ് ആയിട്ട് 14th to 17th സെഗ്മെൻറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ ഇതിവിടെ, അതാണ് ക്ലൈറ്റെല്ലം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിലും അതേപോലെ ഇതാണ് ക്ലൈറ്റെല്ലം എന്ന് പറയുന്ന സ്ട്രക്ചർ. നെക്സ്റ്റ് സീറ്റ്. എർത്ത് വോമിൽ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല, അതൊക്കെ ആബ്സെൻ്റ് ആണ്. എന്നാൽ കൂടി സീറ്റ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ എർത്ത് വോമിൽ കാണപ്പെടുന്നത്. സീറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറസ് കൈറ്റീനിയസ് റോഡ്സ് അല്ലെങ്കിൽ ബ്രിസ്റ്റൽസ് ആണ്. ബോഡിയിൽ സർക്കുലാറായിട്ട് ബോഡീനെ കവർ ചെയ്യുന്ന ഒരു കൈറ്റീനിയസ് റോഡ്സ് അല്ലെങ്കിൽ ബ്രിസ്റ്റൽസ് ആണ് ഈ സീറ്റ്. സർക്കുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് സീറ്റ് അറൗണ്ട് ദ ബോഡി ഈസ് കോൾഡ് ആസ് പെരികീറ്റൈൻ. സീറ്റ് ബോഡിയിൽ സർക്കുലാറായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക പറഞ്ഞു. അങ്ങനെയുള്ള സർക്കുലാർ അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് പെരികീറ്റൈൻ അറേഞ്ച്മെൻറ്റ്. ആൻഡ് ടെർമിനൽ പാർട്ട്, ഈ സീറ്റിന് ടെർമിനൽ പാർട്ട് ബോഡീൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ സീറ്റൽ സാക്കാണ് സീറ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. സീറ്റൽ സാക്കാണ് സീറ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സീറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷനാണ്. സീറ്റിൻ്റെ ഫങ്ഷൻ ലോക്കോമോഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു.